നമസ്കാരം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ഗ്ലോബൽ മാർക്കറ്റിൽ ഉയർന്ന വോളറ്റിലിറ്റിയും മിക്സഡ് പെർഫോമൻസുമാണ് കാണുന്നത്. വെള്ളിയാഴ്ചയിലെ ക്ലോസിംഗുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 24,300 എന്ന റെസിസ്റ്റൻസ് സോണിനടുത്ത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിൽ മിക്സഡ് പെർഫോമൻസ് ആണ് കാണുന്നത്. ജപ്പാൻ്റെ ഇൻഡെക്സ് 0.49%, കൊറിയൻ ഇൻഡെക്സ് 1.66% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. US ഫെഡ് റിസർവ് മീറ്റിംഗ് വരാനിരിക്കുന്നതും എൻവിഡിയയുടെ ക്വാർട്ടർലി റിസൾട്ട് മുന്നിൽ കണ്ട് ഇൻവെസ്റ്റേഴ്സ് കോഷ്യസ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഏഷ്യൻ ഇൻഡെക്സുകൾ ഏറെക്കുറെ മിക്സഡ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. US ഫ്യൂച്ചറിൻ്റെ പെർഫോമൻസ് നോക്കിയാലും തുടക്കത്തിൽ US ഫ്യൂച്ചർ ഇന്ന് വലിയ ഇടിവിലേക്കായിരുന്നു പോയത്. അവിടെ നിന്നും ഒരു റിക്കവറി കാണുന്നുണ്ട്. ഇന്ന് അമേരിക്ക ഇറാനെതിരായിട്ടുള്ള ഫിനാൻഷ്യൽ സാങ്ഷനെ കുറിച്ചുള്ള പ്രഖ്യാപനം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഗ്ലോബൽ മാർക്കറ്റ് കൂടുതൽ വോളറ്റൈൽ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഫിനാൻഷ്യൽ സാങ്ഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് മുൻപേ ഇൻവെസ്റ്റേഴ്സ് ക്രൂഡ് ഓയിലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില 1% ഇടിഞ്ഞ് ബ്രന്റ് ക്രൂഡിൻ്റെ വില $93 പെർ ബാരലിലും WTI ക്രൂഡിൻ്റെ വില $85 പെർ ബാരലിനടുത്തായിട്ടുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇറാനെ സാമ്പത്തികമായും പൂർണ്ണമായും ഒറ്റപ്പെടുത്താനും ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഏറ്റവും കഠിനമായ ഉപരോധങ്ങൾ ഇറാന് മുകളിൽ ഏർപ്പെടുത്തിയേക്കുമെന്നാണ് പൊതുവെ മാർക്കറ്റ് വിശ്വസിക്കുന്നത്. ഇറാന് സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യങ്ങൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതും ഗ്ലോബൽ മാർക്കറ്റിനെ അസ്ഥിരതപ്പെടുത്തുന്ന ഒരു പ്രധാന ഘടകമാണ്. US-ൻ്റെ ഈ നീക്കത്തെ ഒരു യുദ്ധപ്രഖ്യാപനമായിട്ടാണ് ഇറാൻ കണക്കിലെടുക്കുന്നത്. ഇതിനെ ഇറാൻ പ്രതിരോധിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ രണ്ട് രാജ്യങ്ങൾക്കും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മധ്യസ്ഥ ചർച്ചയിൽ അത്ര വലിയ പുരോഗതി കാണുന്നില്ല. ഈ അവസരത്തിൽ ഇന്ത്യ 40-ലധികം രാജ്യങ്ങളിൽ നിന്നും ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യാനുള്ള സ്രോതസ്സുകൾ വൈവിധ്യീകരിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു പ്രിക്കോഷണറി മെഷറായി തന്നെ കണക്കാക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച RBI പുറത്തുവിട്ട അപ്ഡേറ്റ് പ്രകാരം പുതിയ ഫോറക്സ് നിയമത്തിന് കീഴിൽ ഇന്ത്യയിലേക്കുള്ള ഫോറിൻ കറൻസി ഇൻഫ്ലോ $72.85 ബില്യൺ രേഖപ്പെടുത്തി. കഴിഞ്ഞ 8 ദിവസത്തിനുള്ളിൽ $16 ബില്യൺ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ വൻകിട ബാങ്കുകൾക്ക് ഉയർന്ന ലിക്വിഡിറ്റി നൽകിയേക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഫോറക്സിൽ ഇൻഫ്ലോ അതായത് ഫോറിൻ മണി ഇൻഫ്ലോ ഇന്ത്യൻ മാർക്കറ്റിനെ പോസിറ്റീവായി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഷുഗർ സെക്ടറിലെ സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ വില 48 രൂപയിൽ നിന്നും കിലോയ്ക്ക് 56 രൂപയായി ഉയർന്ന സാഹചര്യത്തിൽ പഞ്ചസാരയുടെ വിലക്കയറ്റം തടയുന്നതിന് വേണ്ടി ഗവൺമെൻറ് 1 മില്യൺ ടൺ ഷുഗറിൻ്റെ ഇമ്പോർട്ട് ടാക്സ് ഫ്രീ ഇമ്പോർട്ടിന് അനുമതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒക്ടോബർ 15 മുതൽ ഷുഗർ പ്രോസസ്സിംഗ് സീസണും ആരംഭിക്കാൻ മില്ലുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഷുഗർ മാനുഫാക്ചറിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളായ ബൽറാംപൂർ ചീനി, ധാംപൂർ ഷുഗർ തുടങ്ങിയ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷനുകളിലായി 24,050 അല്ലെങ്കിൽ 24,000 മാർക്കറ്റിന് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതേസമയം 24,250, 300 തുടങ്ങിയ സോണുകൾ റെസിസ്റ്റൻസ് ആയിട്ടാണ് പ്രവർത്തിക്കുക. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും 24,300 എന്ന സോൺ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിച്ചേക്കും. ഇന്നും 24,000 മുതൽ 24,300, 350 വരെയുള്ള റേഞ്ചിനിടയിലുള്ള മൂവ്മെൻറ്റ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. അരബിന്ദോ ഫാർമ, നാറ്റ്കോ ഫാർമ തുടങ്ങിയ കമ്പനികളിൽ US FDA ഇൻസ്പെക്ഷൻ നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് സ്റ്റോക്കുകളും ഇന്ന് വോളറ്റൈലാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ വിംത ലാബ്സ് എന്ന കമ്പനിയിൽ സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻറ്റ് വിംത ലാബ്സ് എന്ന കമ്പനിയുടെ IT ഇൻഫ്രാസ്ട്രക്ചറിൽ സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് വിംത ലാബ്സ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഗുജറാത്ത് റിന്യൂവബിൾ എനർജി ട്രാൻസ്മിഷൻ്റെ 822 കോടി രൂപയുടെ പ്രോജക്റ്റിൻ്റെ സക്സസ്ഫുൾ ബിഡറായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അപ്പോളോ മൈക്രോസിസ്റ്റം എന്ന കമ്പനിയുടെ പ്രീമിയർ എക്സ്പ്ലോസീവ്സിൻ്റെ ഓപ്പൺ ഓഫർ പ്രോസസ്സ് 12 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സെബി അപ്പോളോ മൈക്രോസിസ്റ്റത്തിന് അപ്രൂവൽ നൽകിയിട്ടുണ്ട്. ഏകദേശം 26% സ്റ്റേക്കുകളാണ് അപ്പോളോ മൈക്രോസിസ്റ്റം പ്രീമിയർ എക്സ്പ്ലോസീവ്സിൻ്റെ അക്വയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ
അതുപോലെ തന്നെ അർബൻ കമ്പനി കെൻ്റ് ആരോ എന്ന പേരിലുള്ള അതുപോലെ തന്നെ സി എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസസ് അതുപോലെ തന്നെ NTPC ഗ്രീൻ എന്ന കമ്പനി 500 മെഗാവാട്ട് ശേഷിയുള്ള NTPC ഗ്രീൻ 500 മെഗാവാട്ട് കോൺട്രാക്റ്റഡ് കപ്പാസിറ്റി അച്ചീവ് ചെയ്തിട്ടുണ്ട്. കെയ്ൻസ് എന്ന കമ്പനി ബോസ് ഗെയിം എന്ന കമ്പനിയുമായി ചേർന്ന് കമ്പ്യൂട്ടിംഗ് പ്രസൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്കുകളൊക്കെ ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്.